പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാലക്കാട് നഗരസഭാംഗം സിന്ധുരാജിനെ ഒന്നാം പ്രതിയാക്കാണ് പോലീസ് കേസെടുത്തത്. സിന്ധുരാജിനടക്കം 3 പേർക്കെതിരെയാണ് കേസ്. ഷാരിഖ് നവാസ് പാലക്കാട് ചെയ്തു. ഷാരിഖ്, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയത്? സുഹേൽ, ഇപ്പോൾ അതായത് ഇവർക്ക് എതിരെ ഈ ഒരാളെ അന്യായമായി തടഞ്ഞു വെക്കൽ അത്തരം വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി എന്നുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ. ഇന്ന് ഉച്ചയോടെയാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ഇന്നലെ രാത്രി പ്രചാരണത്തിനിടെ തടഞ്ഞ സംഭവത്തിൽ പരാതി നൽകിയത്. ആദ്യം DYSPക്കും പിന്നീട് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി CIക്കാണ് പരാതി നൽകിയത്. ആ പരാതിയിലാണ് വൈകിട്ടോടുകൂടി പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാലക്കാട് നഗരസഭ BJP കൗൺസിലർ സിന്ധുരാജൻ, അതുപോലെ തന്നെ രമേശ് പിഷാരടിയെ തടഞ്ഞ മറ്റു 2 വനിതകളെ കൂടി ചേർത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ നടപടികൾ ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ രീതിയിൽ വോട്ട് തേടിയെത്തിയ സ്ഥാനാർത്ഥിയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തിൽ ഒരാൾ BJP നഗരസഭാ അംഗമാണ്. ഷാരിഖ് നവാസിന് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.